24 ബിഗ് ബ്രേക്ക് കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള CPM നേതാവ് യു പ്രതിഭയുടെ ആവശ്യം തള്ളുകയാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വം. വക്കീൽ ഓഫീസ് തുറന്ന കായംകുളത്ത് തന്നെ പ്രവർത്തിക്കാൻ യൂത്ത് പ്രതിഭ താൽപര്യം അറിയിച്ചിരുന്നു. കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ പ്രതിഭയുടെ പ്രവർത്തനം തകഴിയിലേക്ക് മാറ്റാനാണ് CPIM നേതൃത്വം നിർദ്ദേശിച്ചത്. ശ്രീത് വിവരങ്ങളുമായി ചെയ്യുന്നു. ശ്രീത്ത് തിരുവനന്തപുരത്ത് ചോദിക്കുമ്പോഴേക്ക് വേണ്ട എന്ന് പറയുന്നത് പോലെ ആലപ്പുഴയിൽ നിൽക്കാമെന്ന് പറയുമ്പോഴേക്ക് CPM വേണ്ട എന്ന് തന്നെ കൃത്യമായി പറയുകയാണ്. ഹാഷ്മി, തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം യു പ്രതിഭ നടത്തിയ ചില പ്രതികരണങ്ങളിൽ CPIMന്റെ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ടായിരുന്നു. അവരെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആർ നാസർ ശാസിക്കുകയും ചെയ്തിരുന്നു. പരസ്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള ഒരു ശാസന സന്ദേശമാണ് ആർ നാസർ നൽകിയത്. എന്നാൽ അതിനുശേഷം കായംകുളത്ത് ഏരിയ കമ്മിറ്റി അംഗമായ യു പ്രതിഭ കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. എന്നാൽ അത് വേണ്ട, പ്രതിഭയുടെ ജന്മദേശമായ തകഴിയിലേക്ക് തന്നെ മാറിക്കോളൂ എന്നാണ് CPIMന്റെ ജില്ലാ നേതൃത്വം അവരെ അറിയിച്ചിരിക്കുന്നത്. തകഴി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന യു പ്രതിഭ MLA ആയി കഴിഞ്ഞ 5-6 കൊല്ലം കഴിയുമ്പോഴാണ് കായംകുളത്തേക്ക് അവരുടെ ഏരിയ കമ്മിറ്റി അംഗത്വം, അതായത് സംഘടനാ പ്രവർത്തനം മാറ്റുന്നത്. അതുതന്നെ പാർട്ടിക്ക് പലതവണ പരാതി നൽകി കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് അവരെ അനുനയിപ്പിച്ചാണ് കായംകുളത്തേക്ക് ഏരിയ കമ്മിറ്റി അംഗത്വം മാറ്റിയത്. എന്നാൽ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള താല്പര്യം യു പ്രതിഭ അറിയിച്ചപ്പോഴാണ് അത് വേണ്ട, നേരത്തെ ഇപ്പോൾ MLA അല്ലാത്തതുകൊണ്ട് അവരുടെ ജന്മദേശം സംഘടനാ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ അത് അവരുടെ ജന്മദേശമായ തകഴി കേന്ദ്രീകരിച്ച് തന്നെ ആകട്ടെ എന്ന് CPM ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചത്. കായംകുളത്ത് നേരത്തെ വിഭാഗീയമായ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ യു പ്രതിഭയ്ക്ക് ഒപ്പം നിൽക്കുന്നവരും എതിർക്കുന്നവരുമായി 2 തരത്തിലുള്ള ചേരികളൊക്കെ ഉണ്ടായിരുന്നു. അത്തരം പ്രശ്നങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനും തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിൽ അവിടെ പുതിയ സംഘടനാ രംഗത്തെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നീക്കത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഇത്തരമൊരു നിർദ്ദേശമെന്നാണ് ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും യു പ്രതിഭ ഇക്കാര്യത്തിൽ തൃപ്തയാണോ എന്ന കാര്യം വ്യക്തമല്ല. അവരെ ബന്ധപ്പെടാൻ സാധിച്ചിട്ടില്ല. എന്തായാലും ഈ പ്രതിഭയ്ക്ക് കായംകുളത്ത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം CPM ജില്ലാ നേതൃത്വം നിരാകരിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നല്ലോ ശ്രീത്ത്. ഇലക്ഷന് മുമ്പ് തന്നെ അവിടുത്തെ DYFI കോവിഡ് സമയത്തൊക്കെ തർക്കങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് ഒരു തർക്കം, അനിഷ്ടം, അസ്വസ്ഥത എന്നൊക്കെ ഉള്ളത് പ്രതിഭയും അവിടുത്തെ CPM നേതൃത്വം തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നായിരുന്നു നേരത്തെ, അല്ലേ? തീർച്ചയായും 2016 യു പ്രതിഭ MLA ആയി വന്ന ശേഷം ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ പാർട്ടി നേതൃത്വവുമായി അല്ലെങ്കിൽ കായംകുളത്തെ ഒരു വിഭാഗവുമായിട്ട് തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കുറച്ച് പ്രശ്നങ്ങൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള ഏറ്റുമുട്ടലും അതിനുള്ള മറുപടിയും ഒക്കെ ആണെങ്കിൽ മറ്റു ചില കാര്യങ്ങൾ പാർട്ടിയുടെ സംഘടനയ്ക്കകത്തായിരുന്നു. അത് കൂടുതലായും പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല ആ പാർട്ടിയുടെ സജീവ പ്രവർത്തനങ്ങൾ തനിക്ക് പങ്കാളിയാകാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കായംകുളത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും പങ്കാളിയാകാൻ കഴിയുന്നില്ല എന്ന് പ്രതിഭ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് നേരത്തെ ഈ ഏരിയ കമ്മിറ്റി അംഗത്വം, തകഴി ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന യു പ്രതിഭയെ കായംകുളത്തേക്ക് മാറ്റിയത്. അതുതന്നെ നിരവധി പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ആയ ശേഷം കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ട് നൽകിയ തീരുമാനമായിരുന്നു. എന്നാൽ പിന്നീടും അവിടെ തന്നെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. യു പ്രതിഭ അവിടെ തുടരുന്നതിനോട് അവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റ് സീനിയർ രാജ്യത്തെ നേതാക്കൾക്ക് താല്പര്യക്കുറവുണ്ടായിരുന്നു. എന്തായാലും യു പ്രതിഭ ഇപ്പോൾ അപ്രതീക്ഷിതമായി അവിടെ പരാജയപ്പെട്ടു. കാരണം ഈ പരാജയത്തിൻ്റെ അടക്കം പഴിചാർത്തിക്കൊണ്ട് യു പ്രതിഭ നടത്തിയ പ്രതികരണങ്ങൾ നേതൃത്വത്തെ അതിലേറെ പ്രകോപിപ്പിച്ചിരുന്നു. ഇത്തരം പ്രകോപനങ്ങൾക്ക് ഒടുവിലാണ് കായംകുളത്ത് വക്കീൽ ഓഫീസ് തുറന്ന് യു പ്രതിഭ അഭിഭാഷകയാണ്. അപ്പോൾ കായംകുളത്ത് വക്കീൽ ഓഫീസ് തുറന്ന് അവിടെ തന്നെ ഒരു ഏരിയ കമ്മിറ്റി അംഗമായതുകൊണ്ട് അവിടെ തന്നെ സംഘടനാ പ്രവർത്തനം നടത്താനുള്ള താല്പര്യവും അറിയിച്ചത്. എന്നാൽ അത് വേണ്ട, തകഴിയിലേക്ക് വിട്ടോളൂ എന്നാണ് പാർട്ടിയുടെ ജില്ലാ നേതൃത്വം പറയുന്നത്. ഓക്കെ, ശ്രീതാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.